ഹായ് നമസ്കാരം, ഞാൻ സച്ചിൻ അന്നൂർ. വെറൈറ്റി മീഡിയയുടെ വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെൻറ്റിലേക്ക് എന്നെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. ബാഗ് ശരിക്കും കൊണ്ടുവരുന്ന വലിയ ബാഗാണ്. എന്തായാലും ഭാഗ്യത്തിന് ഇപ്പോൾ കുഞ്ഞു ബാഗാണ് കൊണ്ടുവന്നേക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ കാണും തമ്പുരാനേ. അപ്പം നമുക്ക് നോക്കാം. അല്ലാ, ശരിക്കും പറഞ്ഞാൽ ബാഗൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ശരിക്കും ഇങ്ങനെയൊക്കെ അവർ ചെയ്യിപ്പിക്കുമെന്ന്. അതുകൊണ്ട് എന്തൊക്കെ അതിനകത്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം കുഞ്ഞൊരു ബാഗാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കാര്യമായി, അല്ലെങ്കിൽ എനിക്ക് വലിയൊരു ബാഗാണ് വരേണ്ടത്. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ടാവും. ഇതിപ്പം പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നുകൊണ്ട് കാര്യമായി. എന്നാലും ഇതിനകത്ത് ഉണ്ടാവും. എനിക്ക് എൻ്റെ ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ബാഗ് ഫുള്ള് ഇങ്ങനെ വയറ് നിറഞ്ഞായിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. തുടങ്ങട്ടെ. ഇതെൻ്റെ റൈബാൻ കണ്ണാടി, സ്പെക്സ്. ഇത് ആക്ച്വലി എല്ലാവരും കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും മോഡലാണെന്ന്. ചുമ്മാ പൊട്ടക്കണ്ണയായിട്ട് ലെൻസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അല്ലാതെ ഞാനൊരു സൺഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇതിനകത്ത് തൂക്കിയിട്ടിരുന്നതാണ്. അതായത് ഒരു പവറിൻ്റെ റൈബാൻ്റെ കണ്ണാടി. പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോൾ വെച്ച് സ്റ്റൈലിഷൊക്കെ ആകുമ്പോൾ ഈ വെയിലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടി ഞാൻ എപ്പോഴും ഇങ്ങനെ വെച്ചിരിക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട്? കൊള്ളാലോ. ഇത് വെച്ചുകൊണ്ടെന്നാൽ കാണാൻ പറ്റില്ല, അതാണ് ഞാൻ പറയട്ടെ. പിന്നെ ഒരു കോമ്പ്. ഗ്ലാമർ ആയിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ചീവിക്കൊണ്ടിരിക്കും. പിന്നെ ഫോഗിൻ്റെ ഒരു സ്പ്രേ. ഇത് കന്നപ്പൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാ, നീ ഗൾഫിലൊക്കെ ദുബായിലൊക്കെ പോയിട്ട് നീ ഫോഗാണോ ഒന്ന് യൂസ് ചെയ്യുന്നത്? എനിക്ക് ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമായിട്ടാ, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നു. ഇതെൻ്റെ പാസ്പോർട്ട് കയ്യിൽ വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പോൾ ഇവിടെ നിന്ന് ട്രിവാൻഡ്രം, ഞാൻ എറണാകുളം അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ എവിടെ പോകുന്നതെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ട്രാവലിങ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പാസ്പോർട്ട് കയ്യിൽ വെക്കും. പാസ്പോർട്ട്. ഇത് ദുബായിൽ നിന്ന് ഞാൻ മേടിച്ചൊരു LG എന്ന് പറഞ്ഞിട്ടൊരു ഫേസ് ക്രീം, ബോഡി ലോഷനാണിത്. ഓൾറെഡി ഇതിനൊരു നല്ലൊരു മണമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇത് ബ്രാൻഡ് എനിക്കൊന്ന് ദുബായിൽ, എനിക്ക് ബ്രാൻഡല്ല ഇത് കേട്ടത്, മറിയം എന്ന് പറഞ്ഞിട്ടൊരു ബോഡി ലോഷനാണിത്. എനിക്കിതിൻ്റെ നമ്മളെ ദുബായിലൊരു ഫ്രണ്ട് ഇങ്ങനെ അവളിങ്ങനെ യൂസ് ചെയ്തപ്പോൾ എനിക്കിതിൻ്റെ ഇതിൻ്റെ ഒരു മണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിത് നോക്കിയപ്പോൾ അങ്ങനെ മേടിച്ച സാധനമായത്. അല്ലല്ല, മേടിച്ചതാണ്. ഇത് മേടിച്ചതാണ്, എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് ഞാൻ മേടിച്ചതാണ്. ലിപ്സ്റ്റിക്കിൻ്റെ ലിപ് ഗ്ലോസ്. ഇതും ബ്രാൻഡ് നോക്കണ്ട, നല്ല നോക്കി ഞാൻ എടുത്തതേ ഉള്ളൂ. ഞാൻ ബ്രാൻഡിൻ്റെ ആളല്ല, പാവം. ഇതൊരു ലിപ് ഗ്ലോസ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതായിരിക്കും കേട്ടോ. പല കളേഴ്സിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കുറേ സാധനങ്ങളാണ്. എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ കുറേ ഇതുണ്ട്. ഇതൊക്കെ കളറ് കാണുമ്പം മേടിക്കുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് ന്യൂഡായിട്ട്, അത് ലൈറ്റ് പിങ്ക് ആണ് ഇഷ്ടം, ബേബി പിങ്ക് കളറ്. അതിനാണ് ഈ സാധനം. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതൊന്നും ഇതിനകത്ത് അധികം ഇല്ലായിരിക്കും. ഇതൊരു ഗ്രീൻ കളറാണെങ്കിലും ഇതിടുമ്പോൾ നാച്ചുറലായിട്ടൊരു പിങ്ക് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഇട്ടാൽ ഞാൻ ഒന്നും കൂടെ വേറെ കളറായിപ്പോൾ. ഇതിനകത്ത് കാണിക്കുന്നത് മാത്രം പോരാഞ്ഞിട്ട് ഇനി ഞാൻ ഇട്ടും കാണിക്കണമെന്നോ. ഓക്കെ, ഈ ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഒരു ബ്രഷ് ഉണ്ട്, എൻ്റെ ലിപ് ബ്രഷ്. ഇത് വെച്ചിട്ടാണ് ഇടുന്നത്. ഇട്ടതിൻ്റെ മേളിൽ ഇനി ഒന്നും കൂടി ഇട്ട് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട്, ചുമ്മാ എൻ്റെ മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ. അപ്പോൾ കണ്ടല്ലോ, ഇത് ഒരു ലിപ് ബ്രഷ്, കുറച്ച് ബുഷസ്. ഇത് നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും മുടി മൊത്തത്തിൽ പൊക്കി കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബുഷ്, കുറച്ച് ബുഷസ്, മസ്കാര. ഇതിനൊക്കെ എന്നാ പ്രൈസ് വരും? പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ബ്രാൻഡ് നോക്കും. ചിലപ്പം നോർമൽ എനിക്ക് കംഫർട്ടായിട്ടുള്ളത് കാണുമ്പോൾ അതും എടുക്കും. പിന്നെ ഒരു ലിപ് ലൈനർ, ഐലൈനർ, ലാക്മേഡ് ഐലൈനറാണ്. ഇതൊരു ലിപ്സ്റ്റിക്ക് ഒത്തിരി കാണും കേട്ടോ എൻ്റെ ബാഗിൽ. ഇതൊരു ഐലൈനർ, ലിപ്സ്റ്റിക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഒരു കാജൽ, ലിപ്സ്റ്റിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ലിപ്സ്റ്റിക്ക് ആയിരിക്കും ഉള്ളത്. മസ്കാര, ഇതും ഈ പറഞ്ഞ കണക്ക് ലൊറിയലിൻ്റെ ആണ്. ലിപ്സ്റ്റിക്, ലിപ് ഗ്ലോസ്, ലിപ് ലൈനർ. ഇതൊരു കാലിലിടാൻ വേണ്ടിയിട്ടൊരു ക്രീമാണ് കേട്ടോ. കാലിൻ്റെ വുഡിൻ്റെ കാലിലിങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ക്രീം. എനിക്ക് കാലിങ്ങനെ എപ്പോഴും ക്രീം ഇട്ടിട്ട് സോക്സ് ഒക്കെ ഇടുമ്പോൾ ക്രീം ഇടണം. അന്നേരം അതിപ്പോൾ ഒരു കയ്യിൽ വെക്കും. അത്
ഒരു നെയിൽ പോളിഷ്. ശരിക്കും പറഞ്ഞാൽ മറ്റേ ബാഗിനകത്ത് നെയിൽ പോളിഷും ഇതേപോലെ കാണും കേട്ടോ. പിന്നെ ഒരു ദുബായിലൊക്കെ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നാട്ടിൽ ദുബായിലെയും എല്ലാം കോയിന്. പിന്നെ നെയിൽ എക്സ്റ്റൻഷൻ ഇളകി പോയിക്കുന്നത്. എക്സ്റ്റൻഷൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, നെയിൽ അതിൻ്റേത് ഒരു ബുഷ് നെയിൽ എക്സ്റ്റൻഷൻ. പിന്നെ അതിൻ്റെ ഒരു സ്റ്റിക്കർ, മുടിയൊക്കെ കിടക്കുന്നു. പിന്നെ ഇതൊരു കാലിലിടുന്ന ഒരു പാദസരം ഒരു സൈഡിൽ. പിന്നെ നോട്ടുകൾ. എത്ര രൂപയുണ്ടത്? ഞാൻ കയ്യിൽ സത്യം പറഞ്ഞാൽ പൈസ എടുത്ത് വെക്കാറില്ല, കാർഡിലാണ്. പക്ഷെ ചിലയിടത്ത് പോയപ്പോൾ എനിക്ക് കയ്യിൽ കുറേ അബദ്ധം പറ്റുന്നുണ്ട്, പൈസ കയ്യിൽ ചിലവായി പോകുന്നത് ഇല്ലാതെ വന്നിട്ടുണ്ടാകും. അങ്ങനെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഒരു ആവശ്യത്തിന് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെ കേട്ടോ. 1 2 3 5 6 7 8 9 10 11 12 13 14 15 16 17 17 ആകുമ്പം 16 15 ആകുമ്പം 600 700 8 അല്ല 8500. അയ്യോ 8500 50. അപ്പം അത് ക്യാഷ്. ഇതൊരു ചെയിനാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഈ ചെയിൻ, അതിൻ്റെ ഒരു കാർഡാണ്. അതിൻ്റെ ഒരു ഡയമണ്ട് ഒക്കെ കാർഡ് പോലെ തന്നെ ഇത് ഒറിജിനൽ പേളിൻ്റെ ഒരു കാർഡ്, അതിങ്ങനെ കൈവച്ചിരിക്കുന്നു. പിന്നെന്താ ഒരു നെയിൽ കട്ടർ. അല്ല, ഈ ഒട്ടിക്കുന്ന നഖത്തിന് എന്തിനാ നെയിൽ കട്ടർ? അത് ഷേപ്പ് ചെയ്യണ്ടേ? ഒരു സെട്രിസിൻ. എനിക്ക് അലർജി ഭയങ്കര അലർജി ഉണ്ട്, അന്നേരം സെട്രിസിൻ എപ്പോഴും കാണും. നാണം കെടുത്തില്ല റബ്ബേ. കോയിൻസ്. പിന്നെ എൻ്റെ പേഴ്സ്. അല്ലോ, വേറെ ഒന്നുമില്ല അതിനകത്ത്. പൈസയും നെയിൽ പോളിഷൊക്കെ ഇതിനകത്ത് തീർന്നു കേട്ടാ, ഒന്നും വീഴുന്നില്ലല്ലോ. ഇത് എൻ്റെ ഒരു ലക്കി പേഴ്സായത്. എനിക്കൊരു എനിക്ക് ഈ പേഴ്സ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും എന്തൊരു കോലമൊന്ന് ഇവിടെ എല്ലാം ഇളകി. ഇത് എനിക്ക് എന്താ പറയുക, ഇത് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ലെക്കാണ്. അപ്പം ഈ പേഴ്സ് എപ്പോഴും എൻ്റെ കൂടെ കാണും. അതിനകത്ത് എൻ്റെ സ്വന്തം ലെക്കായിട്ടുള്ള എൻ്റെ ഉമ്മിയാണിത്. ഉമ്മി ഇങ്ങനെ നിറച്ച് ഞാൻ വെക്കും. പിള്ളേരെൻ്റെ ഫോണിലും ഉണ്ട്, മറ്റേ ഫോണിലല്ല, ഈ ഫോണിൽ. പിള്ളേരെപ്പോഴും എൻ്റെ ഉമ്മി എപ്പോഴും എൻ്റെ കൂടെ കാണണം. അപ്പം ഇത് ഫിറോസിക്ക ഉള്ള സമയത്ത് ഇത് തന്നെയാണ് കേട്ടോ. ഈ ഫോണിൽ ഇതിനകത്ത് ഈ ലെക്കായിട്ടുള്ള എൻ്റെ ഉമ്മി എപ്പോഴും എൻ്റെ കൂടെ കാണും. പിന്നെ ATM കാർഡ്സ്. പിന്നെ ദുബായിലെ പൈസ. എത്ര കാർഡ്സ് ഉണ്ട്? കാർഡ് 3. ഇത് SBIയുടെ ഒരു കാർഡ്, SBIയുടെ തന്നെ ഒരു വേറൊരു കാർഡുണ്ട്, അത് നേരത്തെ പഴയതാണ്. പിന്നെ എനിക്കധികം കാർഡൊന്നുമില്ല. പിന്നെ എത്ര രൂപയോളം കാർഡിലുണ്ട്? അതിനകത്ത് അധികമൊന്നും കാണത്തില്ല, ഒരു 10,000 അങ്ങനെയൊക്കെ കാണത്തുള്ളായിരിക്കും. അങ്ങനെ വരുന്നത് പെട്ടെന്ന് തന്നെ ആവശ്യങ്ങൾ വരുന്നുണ്ട്, വലിച്ചെടുത്തിടും, അങ്ങനെ എടുത്തിടും. പിന്നെ ഉമ്മയുടെ അക്കൗണ്ടിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ സേവ് ചെയ്തിരുന്നത്. പൈസ എപ്പോഴും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വിളിച്ച് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ടിലോട്ട് സേവ് ചെയ്താൽ പറയും. എൻ്റെ ആവശ്യത്തിന് മാത്രമേ എൻ്റെ ക്യാഷിൽ അക്കൗണ്ടിൽ ഇടത്തുള്ളൂ. അങ്ങനെ ഒരു കുട്ടി. പിന്നെ ആധാർ കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു. ഞാൻ പിന്നെ ഒരു ദുബായിൽ നമ്മളുടെ അതിവിടെ എത്ര രൂപയുണ്ട് ആ പൈസ? ഇത് വെറും തുച്ഛം. ഈ 5 അല്ലേ, 5 ദർഹമാകുമ്പോൾ ഇവിടുത്തെ 100 200 എത്ര ഉണ്ട് അത്രേ ഉള്ളൂ. അത് ഫെഡറൽ ബാങ്കിൻ്റെ. പിന്നെ ഇത് എൻ്റെ ആധാർ കാർഡ്, പാൻ കാർഡ്. ഇത് പാൻ കാർഡ്. ആധാർ കാർഡിന്റെ ഫോട്ടോ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കാം. അയ്യോ ഇല്ല, അമ്മോ, ഇത് കണ്ട ഞാൻ ശരിക്കും പേടിച്ച്, ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് എണ്ണിച്ചിട്ട് പേടിച്ചു പോകുന്നൊരു ഫോട്ടോ. പക്ഷെ ഇത്രയും മനസ്സ് കൊടുക്കുന്ന സജിനിക്ക് കാണിക്കാം. എനിക്കിതുകൊണ്ട് മാറ്റണം. എന്തൊരു വൃത്തിയുടെ ഫോട്ടോ, ഞാനാണെന്ന് പറയുമോ? ഇത് ലേറ്റ്, ഞാനിത് ഇപ്പൊ പോയി ഒന്ന് മാറാറുന്നല്ലേ. അയ്യേ, എടുത്ത മതിയടാ. അങ്ങനെ എത്രയൊക്കെ ഉള്ളൂ. സജിന, നല്ല സെഗ്മെന്റ് ആയിരുന്നു. താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെടുത്തി, ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു. ഇപ്പൊ കയ്യിലിട്ടേക്കുന്ന നെയിൽ പോളിഷ് ഉണ്ടല്ലോ, നഖം, ഇത് എത്ര നാൾ യൂസ് ചെയ്യും? ഇത് ഇടേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണിച്ചു തരും. ഇത് വെക്കുന്നത് ഒരെണ്ണം ഊരിയിട്ട്, കാരണം പ്രേക്ഷകർ കാണാൻ ഒരു ആഗ്രഹം, രസമുണ്ട്. ഇനിയിപ്പം ഇന്ന് ഒട്ടിച്ചുകൊണ്ട് നാളെ ഇളകത്തുള്ളൂ. ഇത് നാളെ മറ്റന്നാൾ ഇങ്ങനെ ഇളക്കി എടുക്കണം, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വേദന എടുക്കും. അപ്പം അത്യാവശ്യ ഘട്ടമാണെങ്കിൽ അതിനനുസരിച്ച് നെയിൽ പോളിഷ് ചെയ്യാവുന്നേ ഉള്ളൂ ഇതിനകത്ത്.
ഇത് നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള നെയിൽ എക്സ്റ്റൻഷൻ അല്ല, അല്ലാതെ മറ്റേ ഒട്ടിക്കുന്നുണ്ടല്ലോ. അതാകുമ്പോൾ എനിക്കിങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് ഡ്രസ്സിനനുസരിച്ചുള്ളത്. ചിലതിനകത്ത് നമ്മൾ നെയിൽ പോളിഷ് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ട് നെയിൽ എക്സ്റ്റൻഷൻ. ഇതിനൊരു കഥയുണ്ട്. ഞാൻ KK രാജു സാറിൻ്റെ ഒരു മൂവി സീരിയൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സാറ് ഒറ്റ ഷോട്ടിൽ നാച്ചുറലായിട്ട് പോകുന്ന സാധനമാണ്. അപ്പോൾ ഇഡ്ഡലി തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് എൻ്റെത്. അതിനകത്ത് ഇങ്ങനെ എൻ്റെ ക്ലോസ് ഷോട്ടാണ്. അന്നേരം ഇത് എടുത്ത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് എൻ്റെ ഈ നഖം ഒടിഞ്ഞു വീണു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി. സാറിന് ഇത് കണ്ട് ഞാൻ റീഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും. അതുകൊണ്ട് ഈ ഇഡ്ഡലിക്കകത്ത് തന്നെ ഞാൻ ഈ നഖം കുത്തി വെച്ചിട്ട് അതെടുത്ത് വായി വെച്ച് ഞാൻ ഷോട്ടിനകത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സമയം. പിന്നെ ഫേസിലൊന്നും ഞാൻ അധികം ഒന്നും ഇടാത്തതുകൊണ്ട് നിങ്ങൾ ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും കണ്ടു കാണത്തില്ല. എനിക്ക് ഫൗണ്ടേഷൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. അതുകൊണ്ട് ലിപ്സ്റ്റിക്ക്, ഐലൈനർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മസ്കാര, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തുള്ളൂ. ലിപ്സ്റ്റിക്ക് നേടെ ഇത്രയും ആണ് എൻ്റെ കയ്യിലുള്ളത്. ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു നോക്കാം, അയ്യോ എൻ്റെ ലിപ്സ്റ്റിക്ക് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്, ബാഗിലോട്ട് ഞാൻ ഇട്ടോട്ടെ, എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഇതാണ് ഇഷ്ടം. കാരണം ഇത് ഒരു നാച്ചുറൽ പിങ്ക് ഷെയ്ഡ് വരും, ലിപ്പിനെക്കാട്ടിലും കുറച്ചും കൂടെ കളർ വരും. അതുകൊണ്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇട്ടായിരുന്നു ആ കളറാണ്, നേരത്തെ ഇട്ട കളറാണ് ഇത് വന്നിരിക്കുന്നത്. വേണ്ട ഇത് ഇത്രയും പിങ്ക് വരും. ഈ ഗ്രീൻ കളറാണെങ്കിലും ഇതിനെക്കാട്ടും നല്ല വേറെ കുറേ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ദുബായി പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ കണ്ടോ, ഈ ഒരു ഷെയ്ഡ് വരും. കാണാൻ പറ്റുന്നുണ്ടോ ഇത്? അപ്പം അങ്ങനെ ഇതാണ് ഫേവറേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ സജിനയുടെ ബാഗിലുണ്ട്. അപ്പോൾ നമ്മളൊരു ടാസ്ക് തരുക, സജിനയുടെ ബാഗിൽ 3 സാധനങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, ബാക്കി ഒരു സാധനവും പറ്റത്തില്ല. അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാതെ കൊണ്ടുപോകാൻ പറ്റുന്ന 3 സാധനങ്ങൾ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടോ. 3 സാധനങ്ങൾ, 3 ഇത് ഞാൻ പാസ്പോർട്ടല്ല, എൻ്റെ പേഴ്സ്. ഇതെൻ്റെ ലക്കി പേഴ്സാണ്. ഞാൻ എപ്പോഴും എൻ്റെ കൈ കാണും, എൻ്റെ ഉമ്മയും എൻ്റെ കൂടെ കാണും. ഇത് 2 എൻ്റെ പാസ്പോർട്ട്. ഈ സാധനം ഇല്ലാതെ ഒരു വക നടക്കത്തില്ല. എന്തെങ്കിലും ഷോസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, വർക്ക് വരുന്നത്. അതുകൊണ്ട് ഗൾഫ്, പിന്നെ എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പാസ്പോർട്ട് മസ്റ്റായിട്ട്. ഇനിയിപ്പോൾ കൺഫ്യൂസ്ഡ് ആയല്ലോ. 2 സാധനം എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? വേറെ ഇനി എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൺഫ്യൂസ്ഡ് ആവുന്നു എന്തെടുക്കണമെന്ന്. ഈ കാർഡും കൂടെ ഞാൻ എടുക്കാം. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ചെയിന്. അപ്പം ഞാൻ ഗിഫ്റ്റിനൊക്കെ ഭയങ്കര പ്രാധാന്യം അത് തരുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് ഈ കാർഡ് അത്യാവശ്യമുള്ളതുകൊണ്ട് ഈ കാർഡ് ഞാൻ ഈ ഗിഫ്റ്റിനെ ഞാൻ മാനിക്കുന്നതുകൊണ്ട് ഈ ഗിഫ്റ്റ് ഞാൻ ഇതെടുക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇനി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ബാഗിൽ 3 വ്യക്തികളെ കൊണ്ടുപോകാൻ ഒരു അവസരം കിട്ടുക, 3 മനുഷ്യരെ എൻ്റെ കൂടെ. സജിനയ്ക്ക് ആരെയും ഇവിടുന്നല്ല, മൊത്തത്തിലുള്ള സജിനയുടെ ലൈഫിൽ സജിനയ്ക്ക് ആരെയും കൊണ്ടുപോകാം, പക്ഷെ 3 ആളുകളെ പറ്റത്തുള്ളൂ. അങ്ങനെ കൂട്ടാൻ പറ്റുന്ന 3 വ്യക്തികളായിരിക്കും ആ ബാഗിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. എൻ്റെ ഉമ്മി, എൻ്റെ 2 മക്കളും. അടിപൊളി. അവരാണ് എൻ്റെ ലോകം. അത് തീർച്ചയായിട്ടും ഒരു കണ്ണടയ്ക്കാന്ന് ഞാൻ നോക്കി പറയാത്. അപ്പം താങ്ക് യു സോ മച്ച്. എൻ്റെ ബാഗിലുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു. ബൈ.